സ്വാതന്ത്ര്യം ലഭിച്ച് 1.5 പതിറ്റാണ്ട് പിന്നിട്ടു. ഇന്ത്യൻ ജനാധിപത്യം പക്വതയാർജിച്ചു കഴിഞ്ഞിരുന്നു. 1958 കല്യാൺ സുന്ദരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റു. വോട്ടിംഗ് ശതമാനം 50 കടത്തുമെന്ന വാശിയിലായിരുന്നു സുന്ദരം തയ്യാറെടുപ്പുകൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടു. 1962 ഫെബ്രുവരി 19 ആരംഭിച്ച് 25 വരെ നീണ്ട വോട്ടെടുപ്പിൽ 55.42% വോട്ടർമാർ വോട്ട് ചെയ്തു. ഇത്തവണയും കേരളത്തിലായിരുന്നു ഉയർന്ന പോളിംഗ്, 70.55%. കുറഞ്ഞത് ഹിമാചൽ പ്രദേശിലും 35.55%. ദ്വയാംഗ മണ്ഡലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു 1962 തെരഞ്ഞെടുപ്പ്. ഒരു മണ്ഡലത്തിൽ 2 ലോക്സഭാംഗങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും ദോഷം ചെയ്തു. സംവരണ വിഭാഗത്തിൽപ്പെട്ട അംഗത്തെ പലയിടത്തും പൊതുപരിപാടികളിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. ദ്വയാംഗ മണ്ഡലങ്ങൾക്ക് പകരമായി 109 സീറ്റുകൾ പട്ടികജാതി വിഭാഗങ്ങൾക്കും പട്ടികവർഗ വിഭാഗങ്ങൾക്കുമായി സംവരണം ചെയ്തു. പഞ്ചവത്സര പദ്ധതിയിലൂടെ രാജ്യത്തിനുണ്ടായ നേട്ടമാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാന ഭരണ നേട്ടമായി ഉയർത്തിക്കാണിച്ചത്. സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം പ്രചാരണ വിഷയമാക്കി. മുന്ദ്ര കുംഭകോണമായിരുന്നു പ്രധാന ആയുധം. നെഹ്റുവിന്റെ പ്രതിച്ഛായയ്ക്ക് ചരിത്രത്തിലാദ്യമായി മങ്ങലേൽപ്പിച്ച സംഭവമായിരുന്നു മുന്ദ്ര കുംഭകോണം. പൊതുമേഖലാ സ്ഥാപനമായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പ്രമുഖ വ്യവസായി ഹരിദാസ് മുന്ദ്രയുടെ സ്വകാര്യ സ്ഥാപനത്തിൽ വൻ നിക്ഷേപം നടത്തിയതിൽ അഴിമതിയുണ്ടെന്ന് നെഹ്റുവിന്റെ മരുമകൻ ഫിറോസ് ഗാന്ധി തെളിവുകളോടെ ലോക്സഭയിൽ ഉന്നയിച്ചു. സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഫിറോസ് ഗാന്ധിയുടെ ആരോപണങ്ങൾ ശരിവച്ചു. കേന്ദ്ര ധനമന്ത്രി ടി കൃഷ്ണമാചാരിക്ക് രാജിവെക്കേണ്ടി വന്നു. മുന്ദ്ര കുംഭകോണം സർക്കാരിലും പൊതുരംഗത്തും മാത്രമായി ഒതുങ്ങി നിന്നില്ല. നെഹ്റു കുടുംബത്തിനും അത് വലിയ പൊട്ടിത്തെറികളുണ്ടാക്കി. 2 തെരഞ്ഞെടുപ്പുകളിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഫിറോസ് ഗാന്ധിക്ക് 3ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായില്ല. 1958 ഹൃദയാഘാതത്തെ തുടർന്ന് ഫിറോസ് ഗാന്ധി മരിച്ചു. ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെ അപ്രഖ്യാപിത പിൻഗാമിയായി മാറി. പാർട്ടിയിലും ഭരണത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമെല്ലാം ഇന്ദിര സജീവമായി ഇടപെട്ടു. ആകെയുള്ള 494 സീറ്റുകളിൽ 361 സീറ്റും നേടി കോൺഗ്രസ് ആധിപത്യം അരക്കിട്ടുറപ്പിച്ചു. എന്നാൽ 50% വോട്ടുകൾ നേടുക എന്ന നെഹ്റുവിന്റെ സ്വപ്നം ആ തെരഞ്ഞെടുപ്പിലും പൂവണിഞ്ഞില്ല. 44.72% വോട്ടാണ് കോൺഗ്രസിന് ലഭിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 29 സീറ്റും 9.94% വോട്ടും. ജനസംഘത്തിന് 14 സീറ്റും 6.44% വോട്ടും ലഭിച്ചു. PSPക്ക് 12 സീറ്റും 6.81% വോട്ടും സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 6 സീറ്റും 2.68% വോട്ടുമാണ് ലഭിച്ചത്. കോൺഗ്രസ് വിട്ട് രാജഗോപാലാചാരി രൂപീകരിച്ച സ്വതന്ത്ര പാർട്ടിക്ക് 18 സീറ്റും 7.89% വോട്ടും ലഭിച്ചു. കോൺഗ്രസിലെ പ്രമുഖരെല്ലാം ജയിച്ചു. ഫുൽപൂരിൽ ജവഹർലാൽ നെഹ്റു തോൽപ്പിച്ചത് സോഷ്യലിസ്റ്റ് നേതാവ് രാം മനോഹർ ലോഹിയയായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി അലഹബാദിൽ നിന്നും ടി കൃഷ്ണമാചാരി തിരുച്ചെന്തൂരിൽ നിന്നും VK കൃഷ്ണമേനോൻ ബോംബെ നോർത്തിൽ നിന്നും ജയിച്ചു. ശക്തമായ മത്സരം നടന്നത് ബോംബെ നോർത്ത് മണ്ഡലത്തിലായിരുന്നു. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി നേതാവായ ആചാര്യ കൃപലാനി സുരക്ഷിത മണ്ഡലമായ സീതാമാർഹി ഉപേക്ഷിച്ച് കൃഷ്ണമേനോനെ തോൽപ്പിക്കാനായി ബോംബെയിലെത്തിയതാണ് മത്സരം കടുപ്പിച്ചത്. രാജ്യം ചൈനയുടെ ആക്രമണ ഭീഷണി നേരിടുന്ന കാലമായിരുന്നു അത്. ചൈനയോട് ഇന്ത്യ അനാവശ്യമായ വിധേയത്വം കാണിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് കൃപലാനി ലോക്സഭയിൽ ആഞ്ഞടിച്ചിരുന്നു. കൃഷ്ണമേനോൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിച്ചാലും അവിടെ താനും മത്സരിക്കുമെന്ന് ലോക്സഭാ പ്രസംഗത്തിനിടെ അദ്ദേഹം പ്രഖ്യാപിച്ചു. തന്റെ വിശ്വസ്തനായ കൃഷ്ണമേനോന്റെ മാനം കാക്കാൻ നെഹ്റു മണ്ഡലത്തിൽ പല ദിവസങ്ങളിലായി പ്രചാരണം നടത്തി. കൃപലാനിക്കുവേണ്ടി രാജഗോപാലാചാരിയും രംഗത്തിറങ്ങി. തീപാറും പോരാട്ടത്തിനൊടുവിൽ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയം കൃഷ്ണമേനോനൊപ്പം നിന്നു. ജനസംഘം നേതാവ് അടൽ ബിഹാരി വാജ്പേയി മത്സരിച്ച 2 മണ്ഡലങ്ങളിലും തോറ്റു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായക മാറ്റത്തിന്റെ തുടക്കവും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം 7 സീറ്റുകളിൽ വിജയിച്ചു. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ തിരികൊളുത്തിയ തമിഴ് ദേശീയവാദത്തിന് അണ്ണാദുരൈ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലൂടെ പുതിയ രാഷ്ട്രീയമാനം നൽകി. കോൺഗ്രസേതര ദേശീയ പാർട്ടികൾ തങ്ങളുടേതായ സ്വാധീന മേഖലകൾ ഉണ്ടാക്കുന്നതിനെയും പ്രാദേശിക പാർട്ടികൾ ചുവടുറപ്പിക്കുന്നതിനെയും ദിശാസൂചനകൾ നൽകുന്നതായിരുന്നു 1962 പൊതുതെരഞ്ഞെടുപ്പ് ഫലം. ഇലക്ഷൻ ഡെസ്ക് 24.